പ്രതിഷേധങ്ങൾക്കും പ്രതിപക്ഷ ബഹിഷ്കരണത്തിനുമിടെ കോഴിക്കോട് പുതിയ പാളയം മാർക്കറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. പുതിയ മാർക്കറ്റിൽ തീരെ സൌകര്യമില്ലെന്ന് ആരോപിച്ചാണ് വ്യാപാരികളുടെ പ്രതിഷേധം. പ്രതിപക്ഷത്തെ വിമർശിച്ച മുഖ്യമന്ത്രി നല്ല കാര്യങ്ങൾ വരുമ്പോൾ പിന്തുണയ്ക്കണമെന്നും ആവശ്യപ്പെട്ടു. കോഴിക്കോടിന്റെ പൈതൃകങ്ങളിലൊന്നായ പാളയം മാർക്കറ്റ് കല്ലുത്താൻ കടവിലേക്ക് മാറ്റുന്നതിനെ ഒരു വിഭാഗം വ്യാപാരികളും തൊഴിലാളികളും എതിർക്കുമ്പോൾ മറ്റൊരു വിഭാഗം പുതിയ മാർക്കറ്റിനെ സ്വാഗതം ചെയ്യുന്നു. ഉദ്ഘാടന ദിവസം ഇരുകൂട്ടരും തെരുവിലിറങ്ങിയത് പാളയത്ത് സംഘർഷാവസ്ഥയ്ക്കിടയാക്കി. പ്രതിഷേധങ്ങൾക്കിടെ മുഖ്യമന്ത്രി എത്തി ഉദ്ഘാടനം നിർവഹിച്ചു. പ്രതിപക്ഷം ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നു. പ്രതിഷേധം നാടകമെന്നും നല്ലത് അംഗീകരിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നും മുഖ്യമന്ത്രിയുടെ വിമർശനം. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടവരാണല്ലോ പ്രതിപക്ഷമായിരിക്കുക. പക്ഷേ നാടിന്റെ വികസനത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെ അനുകൂലിക്കാതിരിക്കാൻ പാടുണ്ടോ? 5.5 ഏക്കറിൽ 3 ലക്ഷം സ്ക്വയർ ഫീറ്റിൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലാണ് പുതിയ മാർക്കറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. പതിറ്റാണ്ടുകളായി പാളയത്ത് വ്യാപാരം നടത്തി വന്നവർക്ക് പുതിയ മാർക്കറ്റിൽ അനുവദിച്ചത് ചെറിയ കടമുറികളാണെന്നും വഴിയോര കച്ചവടക്കാർക്കും ചെറുകിട കച്ചവടക്കാർക്കും വരുമാന നഷ്ടമുണ്ടാകുമെന്നുമാണ് പ്രതിഷേധക്കാരുടെ ആരോപണം. 80 സ്ക്വയർ ഫീറ്റിൽ താഴെയുള്ള റൂമാണ് അവർക്ക് കൊടുക്കുന്നത്. അവരെങ്ങനെ കച്ചവടം ചെയ്യാം? പച്ചക്കറി മാർക്കറ്റുള്ള കച്ചവടക്കാർക്ക് കച്ചവടം ചെയ്യാൻ തീരെ അസൗകര്യമായിട്ടുള്ളതാണ്. ഈ മേഖല പരന്നു കിടക്കുന്ന മേഖലയാണ്. എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുക. അത് മാത്രമേ വില കുറച്ചിട്ട് സാധനം ഇവിടെ കൊടുക്കുന്നത്. ആളുകൾ ഇവിടെ വരുള്ളൂ, നമ്മളെ പണി നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ തന്നെ നിലക്കണം. കല്ലുത്താൻ കടവ് നിവാസികളെ ഫ്ളാറ്റ് നിർമ്മിച്ച് അതിലേക്ക് മാറ്റിയ ശേഷമാണ് BOT അടിസ്ഥാനത്തിൽ പുതിയ മാർക്കറ്റ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. റിപ്പോർട്ടർ, കോഴിക്കോട്. എന്താണ് തൊഴിലാളികളുടെയും വ്യാപാരികളുടെയും ആശങ്കയ്ക്ക് കാരണം? പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടുന്നത് പോലെ പുതിയ മാർക്കറ്റ് വരുമാന നഷ്ടത്തിനിടയാക്കുമോ? ഞങ്ങളതൊന്ന് പരിശോധിക്കുകയാണ്. സിനോജ് തോമസും VS രഞ്ജിത്തും പോയിട്ടുണ്ട് അവിടേക്ക്. കോഴിക്കോട് പാളയം മാർക്കറ്റ് കല്ലുത്താൻ കടവിലേക്ക് മാറ്റുന്നതിനെതിരെ വലിയ പ്രതിഷേധമുയരാൻ നിരവധി കാരണങ്ങളുണ്ട്. ഒന്ന്, ഇവിടെ ജനറലായിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്കാണ് ഇവിടെ കാര്യങ്ങൾ നീങ്ങുന്നത്. ഈ 153 കടകളിൽ അതിൽ റീറ്റെയിൽ ഷോപ്പുകളുണ്ട്, ഹോൾസെയിൽ ഷോപ്പുകളുണ്ട്. ഒരു ഷോപ്പിൽ നിന്നിട്ട് ഹോൾസെയിൽ നിന്നിട്ട് ചാക്ക് ഉള്ളിയോ അല്ലെങ്കിൽ പച്ചക്കറി എടുത്തു കഴിഞ്ഞാൽ അടുത്ത കടയിലേക്ക് കൊടുത്താൽ ഏറി വന്നാൽ ഒരു മീറ്ററോ 1.5 മീറ്ററോ നടക്കേണ്ട ദൂരം മാത്രമേ ഇവിടെ ഉള്ളൂ. എന്നാൽ നമുക്ക് നൽകാമെന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് പോയി നോക്കിയാൽ 450 മീറ്റർ നടന്നിട്ട് ഒരു തൊഴിലാളി എന്ത് ചെയ്യണം? ഈ സാധനം 50 കിലോൻ്റെ സാധനം തലയിൽ വെച്ചിട്ട് എന്ത് ചെയ്യണം? അതും ഫസ്റ്റ് ഫ്ലോറിലേക്ക് ചെല്ലേണ്ട ഒരു ഗതികേടുണ്ട്. കാരണം ഒന്നുകിൽ റാമ്പോ വഴി അതല്ലെങ്കിൽ സ്റ്റെയർ കേസ് വഴി പോകണം. അല്ലാണ്ട് ഒരു സംവിധാനങ്ങളുമില്ല. ഇപ്പോൾ ഇവിടെ ഒരു 12 രൂപയ്ക്ക് ഒരു ചാക്ക് ഒരു ചാക്ക് നമ്മുടെ കടയിലേക്ക് എത്തുമായിരുന്നെങ്കിൽ അവിടെ 30-40 രൂപ കൊടുക്കുന്നത് മാത്രമല്ല അപകടം ഏറ്റവും കൂടുതൽ പതിയുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇവിടുത്തെ ഈ തട്ടുകടക്കാരും മെയിൻ കച്ചവടം എന്ന് പറയുന്നത് ബസ് സ്റ്റാൻഡാണ് ഇവിടെ തൊട്ടടുത്തുള്ളത്. ബസ് സ്റ്റാൻഡിൽ നിന്ന് ആളുകൾ വന്ന് ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? സാധനങ്ങൾ വാങ്ങിക്കുന്നു. വളരെ ചീപ്പ് റേറ്റാണ് ഇവിടെ സാധനം കൊടുക്കുന്നത്. അത് വാങ്ങിക്കാണ്ട് അവരെന്ത് ചെയ്യുന്നു? ബസ് കയറി പോകുന്നു. ബസ് റൂട്ട് ഇല്ലാത്ത കല്ലത്താൻ കടവിലേക്ക് ഈ ആളുകൾ എങ്ങനെ അവിടെ എത്തും? ഈ പാളയം റോഡ് 10 മീറ്റർ ഇവർ ആകെ പറയുന്നത് ഇതിന്റെ ബ്ലോക്ക് എന്ന് പറയുന്നത് എന്നാണ് ഒരു കാരണം. ഞങ്ങൾ ചോദിച്ചപ്പോൾ പറയുന്നത് പക്ഷേ ഈ റോഡ് 10 മീറ്റർ ഉണ്ട്. കല്ലുത്താൻ കടവ് എന്ന് പറഞ്ഞ ആ റോഡ് 6 മീറ്ററുള്ളൂ, 6 മീറ്ററും വീതിയുള്ളൂ. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ ഇതിലേക്കുള്ള ഒരു വീതി കുറവുള്ള സ്ഥലത്തേക്കാണ് ഇത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ചുമട്ട് തൊഴിലാളികൾക്ക് എന്തായാലും വേണ്ടില്ല, ഇവിടുത്തെ ചില്ലറ കച്ചവടക്കാരനായാലും വേണ്ടില്ല, ഫുട്പാത്ത് തൊഴിലാളികൾക്കും കച്ചവടം ഇല്ലെങ്കിലും വേണ്ടില്ല, അവർ ജീവിക്കേണ്ട എന്നുള്ള രീതിയിലാണ് ഇവർ പോകുന്നത്. ഏതായാലും ഇനി കോർപ്പറേഷൻ എടുക്കാമെന്ന നടപടി എന്ന് പറയുന്നത് ഇവിടുത്തെ വ്യാപാരികൾക്ക് ഒഴിഞ്ഞു മാറാനുള്ള നോട്ടീസ് നൽകുകയായിരിക്കും. പക്ഷേ നോട്ടീസ് കിട്ടിയാലും ഇവിടുത്തെ വ്യാപാരം അവസാനിപ്പിക്കില്ല എന്നാണ് വ്യാപാരികളും തൊഴിലാളികളും പറയുന്നത്. സിനോജ് ചൂണ്ടിക്കാണിച്ച ആശങ്കകളെല്ലാം വ്യാപാരികൾക്കും അതുപോലെ അവിടുത്തെ തൊഴിലാളികൾക്കുമുണ്ട്. ഞാൻ നിൽക്കുന്നത് ഈ ന്യൂ കല്ലുത്താൻ കടവ് പാളയം മാർക്കറ്റിലാണ്. ഈ മാർക്കറ്റിൽ ഇപ്പോൾ ഈ കാണുന്നത് കോഴിക്കോട് ബൈപ്പാസ് റോഡാണ്. ആ ബൈപ്പാസ് റോഡിൽ നിന്ന്, ചെറിയ ബൈപ്പാസ് റോഡാണ്, ആ ബൈപ്പാസ് റോഡിൽ നിന്ന് ഇവിടെ ഈ ജയിൽ റോഡിൻ്റെ ജംഗ്ഷൻ പുതിയറ ജംഗ്ഷനാണ്. ഈ ജംഗ്ഷനിൽ നിന്ന് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള റാമ്പാണ് ഞാൻ ഈ കാണുന്നത്, നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ റാമ്പ് വഴിയാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ എത്താൻ സാധിക്കുക. ഇതുപോലെ തന്നെ സമാനമായ ഒരു ഗ്രൗണ്ട് ഫ്ലോർ കൂടി താഴെയുണ്ട്. ഈ ഫസ്റ്റ് ഫ്ലോറിലാണ് ഏകദേശം 70 കടമുറികൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫസ്റ്റ് ഫ്ലോറിനകത്തുള്ള കടമുറികളിൽ 100 സ്ക്വയർ ഫീറ്റ് ആണ് ഓരോ കടമുറിയുടെയും വലിപ്പം എന്ന് പറയുന്നത്. നമുക്കറിയാം, പഴയ പച്ചക്കറി മാർക്കറ്റിൽ അതിൻ്റെ വലിപ്പം ഏകദേശം 50
60 സ്ക്വയർ ഫീറ്റ് മാത്രമാണ്. എന്നാൽ ഇവിടെ 100 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവിടെ 50-60 സ്ക്വയർ ഫീറ്റ് ഉള്ള ആളുകൾ കച്ചവടം നടത്തുമ്പോൾ കുറച്ച് പുറത്തേക്കൊക്കെ ഇറക്കി വെക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇപ്പോൾ ഈ സൊസൈറ്റിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള സുബൈർ കൊളക്കാടനുണ്ട്. ഇതിൻ്റെ ആശങ്ക എന്ന് പറയുന്നത് ഒന്ന് വാടക സംബന്ധിച്ചാണ്, രണ്ട് സൗകര്യങ്ങൾ സംബന്ധിച്ചാണ്. ഈ വ്യാപാരികൾക്കും തൊഴിലാളികൾക്കും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നൊരു ഉറപ്പെന്താണ്? അല്ല, ഇവിടെ നിലവിലുള്ള മാർക്കറ്റിനേക്കാളും ഭയങ്കര സൗകര്യം കൂട്ടിയിട്ട് ഏറ്റവും കച്ചവടം കിട്ടുന്ന നിലയിലാണ് ഇതിൻ്റെ എല്ലാ നിർമ്മാണങ്ങളും നടത്തിയിട്ടുള്ളത്. റെൻറ്റിനെ പറ്റി ആരും ഇതുവരെ ഒരു ആശങ്ക ഉന്നയിച്ചിട്ടില്ലല്ലോ. കാരണം ആ പാളയം മാർക്കറ്റിലുള്ളത് പഴയ കാല വാടകയാണ്. അത് ഇന്ന് അവിടെ കച്ചവടം ചെയ്യുന്നവരൊക്കെ അതിൻ്റെ 3 ഇരട്ടിയും 4 ഇരട്ടിയും വാടക കൊടുത്തിട്ടാണ് ഇപ്പോൾ അവിടെ കച്ചവടം ചെയ്യുന്നത്. ആ കച്ചവടക്കാരൻ കൊടുക്കുന്ന പൈസയിനേക്കാളും എത്രയോ കുറച്ചിട്ടുള്ള വാടക ഇവിടെ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. വ്യാപാരികളുടെയൊക്കെ ഭാഗത്തു നിന്ന് പ്രധാനപ്പെട്ട ഒരു ആരോപണം ഉയരുന്നു. ഇവിടെ സൗകര്യക്കുറവെന്ന് പറയുന്നത് കടമുറിയുടെ വലിപ്പത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഇവിടെ ഒരു ഓവുചാലിന് മുകളിലൂടെ കടകൾ അനുവദിച്ചിട്ടുണ്ടെന്ന് കുറിച്ച്. ഇതിനെക്കുറിച്ച് എന്താണ്? ഇപ്പോൾ നിങ്ങളിങ്ങോട്ട് മാറാൻ തയ്യാറായ ഒരു വ്യാപാരിയാണ്. ഓരോ സ്ഥലത്തും അതിൻ്റെ സൗകര്യപ്രദമായുള്ള കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അത് പോകുന്നത്. ഈ പഴക്കുല കച്ചവടക്കാർക്ക് തന്നെ പ്രത്യേകമായി കച്ചവടം ചെയ്യണമെങ്കിൽ അതിനൊരു പുകക്കൂട് വേണം. അപ്പോൾ അത് അങ്ങനെയുള്ളൊരു മേഖലയെ കണ്ടെത്തിയിരുന്നുള്ളൊരു സാധ്യത അവിടെ കാണുന്നുണ്ട്. കാരണം അത് എൻ്റെ ഓവിൻ്റെ മുകളിലാണ്. പക്ഷേ അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു താഴത്തെ ഗ്രൗണ്ടിൽ തന്നെ, അതായത് ഇനി പ്രയാസങ്ങൾ വരുമ്പോൾ അവരെ മുകളിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി അവർ ഉപയോഗപ്പെടുത്തുകയെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. തൊഴിലാളികൾക്കും കച്ചവടക്കാർക്കുമുള്ള വലിയ സൗകര്യങ്ങൾ, അതുപോലെ ബാത്റൂം ഫെസിലിറ്റി, നമ്മളെ പഴയ പാളയം മാർക്കറ്റിൽ ഇല്ലാത്ത വലിയ ബാത്റൂം ഫെസിലിറ്റികൾ ഇവിടെയുണ്ട്. വിശ്രമ മുറികൾ തൊഴിലാളികൾക്ക് സജ്ജീകരിച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സ് കടകൾ, ഫ്രൂട്ട്സ് മാർക്കറ്റിലെ വ്യാപാരികളെ ഇങ്ങോട്ട് മാറ്റാനുള്ള സംവിധാനം നേരത്തെ ഇല്ലായിരുന്നു പറയുന്നു. അവരെയും ഇങ്ങോട്ട് കയറ്റുമെന്ന് പറയുന്നു. മാത്രമല്ല, ഇപ്പോൾ പ്രതിഷേധിക്കുന്ന ആളുകൾ പറയുന്ന അവർ മുന്നോട്ട് വെക്കുന്ന ഡിമാൻഡുകൾ അംഗീകരിക്കാൻ തയ്യാറാണ് എന്ന് ഈ സൊസൈറ്റിയും കോർപ്പറേഷനും പറയുന്നുണ്ട്. മാത്രം ഈ 35 വർഷം ഈ സൊസൈറ്റിയുടെ പൂർണ്ണമായ നിയന്ത്രണത്തിലായിരിക്കും എങ്കിൽ കൂടി ഇതിൻ്റെ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ വ്യാപാരികളും കച്ചവടക്കാരും അതുപോലെ തന്നെ ഇവിടുത്തെ തൊഴിലാളികളും കോർപ്പറേഷൻ അധികൃതരും കോർപ്പറേഷൻ സെക്രട്ടറിയും ഒക്കെയുള്ള ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ഇത് നിയന്ത്രിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഷബീർ വടക്കേങ്ങർക്കൊപ്പം PS രഞ്ജിത്ത്, റിപ്പോർട്ടർ ഇൻ റിപ്പോർട്ടർ.